മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 74. കണ്ണ, നീ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അവളുടെ താളത്തിനൊത്ത് തൊള്ളാൻ തുടങ്ങിയ ഇതെവിടെ ചെന്ന് അവസാനിക്കും? നാരായണിയമ്മ താല്പര്യമില്ലാത്ത രീതിയിലാണ് മാധവനോട് സംസാരിച്ചത്. ഒരു കുട്ടിയെ വീട്ടിലെ മരുമകളായി കൂട്ടിക്കൊണ്ടുവരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഊഹിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. അവളുടെ സ്വഭാവം നന്നായിട്ട് അച്ചമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാണ് ഈ വാശി? ഞങ്ങളുടെ കല്യാണത്തിനിനി കൂടിപ്പോയ 2 ആഴ്ച കൂടെ ബാക്കിയുള്ളൂ. കുറി അടിച്ച് വെളിയും തുടങ്ങി. തുണിയെടുക്കാൻ നാളെ പോകാമെന്ന് നമ്മൾ തീരുമാനിച്ച. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് കല്യാണം മുടങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് മാത്രമല്ല നാണക്കേട്, അനിരുദ്ധിൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർക്കും കൂടിയാ. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നെങ്കിലും അവൻ വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കി. അവരുടെ മനസ്സ് മാറിയാൽ മാറട്ടെ എന്ന് കരുതി. അതിന് കല്യാണം മുടങ്ങുമെന്ന് നിന്നോടാരാ പറഞ്ഞേ? അത് മുടങ്ങാനൊന്നും പോകുന്നില്ല. അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നാരായണിയമ്മ അവനോട് അങ്ങനെ പറഞ്ഞത്. എന്ത് കണ്ടുവച്ചിട്ടുണ്ടെന്ന് അച്ചമ്മ ഈ പറയുന്നേ? സഹറിനോട് ചെന്ന് ഇക്കാര്യം നേരിട്ട് സംസാരിക്കാനാണോ അച്ചമ്മയുടെ പ്ലാന്? ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൻ ഒരു ഊഹം നടത്തി. അതെന്താ നിനക്കൊരു ധാരണയില്ലെന്ന് നീ പറയുന്നേ? ആ കൊച്ചിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ ചുമ്മാ ഉടക്കിടന്ന് ഇത്രയും ബഹളം വെച്ചത്. ഉള്ളിലുള്ള പദ്ധതികൾ കണ്ണൻ കണ്ടുപിടിച്ചതിനാലാവാം നാരായണിയമ്മ ഉള്ളത് തുറന്നു പറഞ്ഞത്. അച്ചമ്മയ്ക്ക് തോന്നുന്നുണ്ട് ആ കുട്ടിയെ കണ്ടിട്ട് അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന്. അവർക്കിരുവർക്കും ഉള്ളിലുള്ളൊരിഷ്ടമുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതവർ പരസ്പരം തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും ഇപ്പോഴും എനിക്ക് ഡൗട്ടാണ്. പങ്കുവിൻ്റെ ഇഷ്ടം അവൻ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയാവണം ചുമ്മാ അവന് വേണ്ടി സംസാരിക്കാൻ വന്നത്. മാധവ് അവൻ്റെ അഭിപ്രായം അച്ചമ്മയോട് തുറന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിലും ശരി, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല കണ്ണ. ആ കല്യാണം അതെന്നെ കൊണ്ട് ഊഹിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അവർ നിർബന്ധം പിടിച്ചു. എനിക്കൊന്നും സംസാരിക്കാനില്ല അച്ചമ്മേ. ഇനിയല്ല അച്ചമ്മയുടെ ഇഷ്ടം. പക്ഷെ ഒന്നും ഞാൻ പറയാം. നാളെ ഇതേ ചൊല്ലിയൊരു പ്രശ്നം ഈ വീട്ടിലുണ്ടായാൽ ചുമ്മാ അതിലിടപെടും. പങ്കുവിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ ആ പെണ്ണിന് ഒരു മടിയില്ല. അവളെ വിശ്വസിച്ചില്ലെന്നും പറഞ്ഞ് 10 വർഷം എന്നോട് പിണങ്ങി നടന്നവളാണ് ആ പെണ്ണ്. അവളോടൊന്ന് സംസാരിക്കാൻ എനിക്ക് ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ ഒന്ന് ആലോചിക്ക്, ഈ ഒരു കാര്യത്തിൽ പെണ്ണ് ഇടങ്കോലിട്ടാൽ എവിടം വരെ പോകുമെന്ന്. അത്രയും കൂടി പറഞ്ഞിട്ട് അവൻ അവരുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. ഇനി അച്ചമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചെക്കൻ ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി. ചുമ്മുവിൻ്റെ നിർബന്ധപ്രകാരം നാളെ അവനും സഹറും കൂടി കല്യാണം കഴിച്ചെന്ന് വരും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ വാശി പിടിക്കാതെ ഒന്ന് ആലോചിക്കാൻ നോക്ക്. അവസാനമായിട്ട് ഒരു ശ്രമം കൂടെ നടത്തിയിട്ട് കണ്ണൻ അവസാനം പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു നാരായണിയമ്മയുടെ മനസ്സപ്പോൾ. എന്തെങ്കിലും ചെയ്യാതെ തരമില്ല. അതേസമയം സ്വന്തം മുറിയുടെ നേർക്ക് നടക്കുന്നവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു. എന്തായി കാര്യങ്ങൾ? ജോലിക്ക് പോകുവാനായി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചുമ്മുവിൻ്റെ പിൻവിളിയിൽ കണ്ണനൊന്ന് നിന്നത്. എന്ത് കാര്യം? പെണ്ണിൻ്റെ ചോദ്യം മനസ്സിലായെങ്കിലും അങ്ങനെ ചോദിക്കുവാനാണ് അവനപ്പോൾ തോന്നിയത്. പങ്കുവിൻ്റെ കാര്യം. കൈകൾ രണ്ടും പുറത്തു കിടക്കുന്ന ബാഗ് സ്ട്രാഫിൻ്റെ ഇടയിൽ കൂടി കയറ്റി അവൾ അവൻ്റെ മുൻപിൽ നിവർന്നു നിന്നു. അതിപ്പോൾ ഇനി തീരുമാനിക്കേണ്ടത് പങ്കുവല്ലേ? പ്രത്യേകിച്ച് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കണ്ണൻ നേരെ പറഞ്ഞു. എന്നിട്ട് പെണ്ണിൻ്റെ പ്രതികരണം അറിയുവാൻ വേണ്ടി അവളെ ഉറ്റു നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ കണ്ണേട്ടൻ അമ്പൂറ്റിയമ്മയോട് സംസാരിച്ചില്ലേ? നോടിയിടയിൽ പെണ്ണിൻ്റെ പുരികക്കൊടികളൊന്ന് ചുളിഞ്ഞു. മുഖത്ത് പതിവിൽ കൂടുതൽ ഗൗരവം നിറഞ്ഞു. സംസാരിച്ചു, പക്ഷെ പ്രതീക്ഷയ്ക്കുള്ള വകയൊന്നുമില്ല. കയ്യിലിരുന്ന ലാപ്ടോപ്പ് ബാഗ് തോളിലേക്ക് ഇട്ടിട്ട് മാധവൻ ഇത്തിരി ഗൗരവത്തോടെ അവളെ നോക്കി. അപ്പോൾ നമ്മുടെ കല്യാണം? ഒന്നും ഓർക്കാതെയായിരുന്നു അവളത് ചോദിച്ചത്. പക്ഷെ കേട്ട് നിന്നവൻ്റെ മിഴികളിൽ പൊടുന്നനെ ഒരു കുസൃതിച്ചിരി മിന്നിമാഞ്ഞത് ചുമ്മാ കണ്ടില്ല. അതിനി നടക്കുമെന്ന് തോന്നില്ല. എന്തായാലും രോഗി ഇച്ഛിച്ചതും പാല്, മൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന പോലെ ആയി വേദൂട്ടിയെ. അവനപ്പോൾ കുറുമ്പായിരുന്നു. പക്ഷെ അത് സംസാരത്തിൽ കൊണ്ടുവരാൻ
ചെക്കൻ തീർത്തും പരാജയപ്പെട്ടു. അത്രയും നേരം പ്രതീക്ഷയോടെ തൻ്റെ മുൻപിൽ വന്ന് നിന്നവളുടെ മുഖത്ത് അവൾ പോലും അറിയാതെ ഒരു നിരാശ പടരുന്നത് മാധവ് വല്ലാത്തൊരു സന്തോഷത്തോടെ ശ്രദ്ധിച്ചു. പിന്നീട് 2-3 നിമിഷങ്ങൾ അവർ തമ്മിൽ ഒരു സംസാരവും ഉണ്ടായില്ല. ചുമ്മു മാധവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അവനെയും കടന്ന് മുന്നോട്ടേക്ക് പോയി, എന്തൊക്കെയോ ഗഹനമായി ചിന്തിച്ചുകൊണ്ട്. പെണ്ണിൻ്റെ ആ ഭാവം പുതിയതായിരുന്നതുകൊണ്ട് തന്നെ കണ്ണൻ അത് വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. പുറത്ത് അവളെ കാത്തു നിൽക്കുന്ന പങ്കുവിൻ്റെ ബൈക്കിന് പിന്നിൽ കയറിയിരിക്കുമ്പോഴും പതിവ് സന്തോഷങ്ങളൊന്നും ആ പെണ്ണിൽ അവന് കാണുവാൻ സാധിച്ചില്ല. ഇവൾ ശരിക്കും മാറിയോ, അതോ പങ്കുവിൻ്റെ കല്യാണം എങ്ങനെ നടത്താം എന്നുള്ള ചിന്തയിലാണോ? എത്രയൊക്കെ ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നിയതും കണ്ണൻ നേരെ ഉമ്മറത്തേക്ക് നടന്നു. ഇതിലൊന്ന് ഒപ്പിട്ടേ, ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്ത് പങ്കുവിൻ്റെ മുൻപിലായി കൊണ്ടുവന്ന് വെച്ചവൾ. ഇതെന്താടി ഇത്? മുന്നിലിരിക്കുന്ന പേപ്പറുകൾ മനസ്സിലാവാതെ പങ്കു അവളെ തന്നെ ഉറ്റുനോക്കി. മാര്യേജ് രജിസ്ട്രേഷൻ ഫോം എന്തേ? ഒറ്റ പുരിക ഉയർത്തി കാട്ടിക്കൊണ്ട് പെണ്ണ് ചോദിച്ചതും ഇരുന്നിടത്തു നിന്നും പൊടുന്നനെ പങ്കു എഴുന്നേറ്റിരുന്നു പോയി. ആർക്ക്? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ പങ്കു ചോദിച്ചു പോയി. നീയല്ലാതെ കെട്ടാൻ മുട്ടു നിൽക്കുന്ന വേറെ വല്ലവരും ഈ വീട്ടിലുണ്ടോ? പെണ്ണിൻ്റെ അലർജിയിൽ ഞെട്ടിയവൻ അറിയാതെ തന്നെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു പോയിരുന്നു. എടി അല്ലടി, അത് പിന്നെ. ചെക്കനൊന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്ത് പിന്നെന്ന്? നിനക്ക് അവളോട് ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ വന്നൊപ്പിടറായേക്ക. വിരൽ ചൂണ്ടിക്കാട്ടി അവനോട് 2 ചാട്ടം ചാടിയതും അവൻ മറ്റൊന്നും ചിന്തിക്കാതെ ധൃതിയിൽ അവൾക്കരികിലേക്ക് നടന്നിയെന്നു. പൊടുന്നനെയാണ് പങ്കുവിൻ്റെ ജീനിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ബെല്ലടിച്ചത്. ഒപ്പിടാനായി ആപ്ലിക്കേഷൻ ഫോം കയ്യിലേക്ക് എടുത്തവൻ അത് മേശയിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഫോൺ കയ്യിലേക്കെടുത്തു. സഹർ കോളിംഗ്. സ്ക്രീനിൽ മിന്നിത്തെളിയുന്ന പേര് കണ്ടതും ചെക്കനൊന്ന് സംശയത്തോടെ നെറ്റി ചുളിച്ചു. എന്നിട്ട് ഒരു നിമിഷം ആലോചനയോടെ നിന്നിട്ട് കോൾ എടുത്ത് ചെവിയോരം ചേർത്ത് പിടിച്ചു. ഹലോ. മറുവശത്തു നിന്നും കേട്ട പെണ്ണിൻ്റെ ശബ്ദത്തിൽ ഹൃദയം തരളിതമാവുന്നത് അറിഞ്ഞുവെങ്കിലും അവനത് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവളെ മൂളി കേട്ടു. ഹലോ മനു, കേൾക്കുന്നുണ്ടോ? അവൻ്റെ ഒച്ച കേൾക്കാത്തതുകൊണ്ടാവാം പെണ്ണൊരിക്കൽ കൂടെ ഉറപ്പിക്കുവാനായി ചോദിച്ചത്. കേൾക്കുന്നുണ്ട് സഹർ, പറഞ്ഞോളൂ. അവൻ മുൻപിൽ നിൽക്കുന്ന ചുമ്മൂനെ ഒന്ന് പാളി നോക്കിയതിനു ശേഷം സംസാരിക്കുവാനായി തുടങ്ങി. എനിക്കൊന്ന് കാണണം, ഇപ്പോൾ തന്നെ. ഒന്നിങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? സഹറിൻ്റെ പരിഭ്രമത്തോടെയുള്ള സംസാരം കാതിൽ പതിഞ്ഞതും പങ്കുവിൻ്റെ മുഖത്ത് ആദി പടരുവാൻ തുടങ്ങി. എന്താ സഹർ, എന്തേലും പ്രശ്നമുണ്ടോ? ഞാൻ വരാം, ഇപ്പോൾ തന്നെ. നീ എവിടാ? ചെക്കൻ്റെ വെപ്രാളം അവൻ്റെ വാക്കുകളിൽ തെളിഞ്ഞിരുന്നു. എന്താടാ? അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ചുമ്മു പൊടുന്നനെ അവൻ അരികിലേക്ക് നീങ്ങി നിന്നു. അറിയില്ല എന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് അവൻ വീണ്ടും സഹറിൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. നേരിട്ട് വരാം, ഒന്ന് വരാൻ പറയോ? എൻ്റെ PG അറിയോ മനുവിന്? അവൾ വീണ്ടും തിരക്കി. അറിയാം, കാശ്മീരല്ലേ പോസ്റ്റ് ഓഫീസിനടുത്തുള്ളത്. ഞാൻ വന്നോളാം. അവൾ കോൾ കട്ട് ചെയ്ത് ജീനിൻ്റെ പോക്കറ്റിലേക്ക് തിരുക്കി വെച്ചിട്ട് വാലറ്റ് എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും അവന് മുൻപേ തന്നെ ചുമ്പു ബുള്ളറ്റിൻ്റെ താക്കോലും എടുത്ത് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. എന്താടാ പ്രശ്നം? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പായ്ക്കുന്നതിനിടയിൽ പുറകിലിരിക്കുന്നവനോട് ചുമ്മു ഗൗരവത്തിൽ ചോദിച്ചു. അറിയില്ലടി, ഒന്ന് ചെല്ലാൻ പറ്റുമോയെന്ന് ചോദിച്ചു. അവളുടെ ഒച്ചയും സംസാരമൊക്കെ കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നതിനെ പോലെ പങ്കു ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തു. നീ വെറുതെ ടെൻസാവണ്ട, നമുക്ക് നോക്കാം. പറയുന്നതിനോടൊപ്പം തന്നെ അവൾ വണ്ടിയുടെ വേഗത കൂട്ടി. ഏകദേശം ഒരു 10 മിനിറ്റിനകം അവരുടെ ബുള്ളറ്റ് കാശ്മീരത്തിന് മുൻപിൽ ഒട്ടൊരിരമ്പലോടെ ചെന്ന് നിന്നു. വണ്ടിയിൽ നിന്ന് അവർ ഇറങ്ങി തുറന്നു കിടക്കുന്ന ഗേറ്റിന് നേരെ നടന്നു. അവർ ഒരുമിച്ച് PGക്ക് ഉള്ളിലേക്ക് കടന്നില്ല. അതിനു മുൻപേ തന്നെ മാധവിൻ്റെ വണ്ടി അവരുടെ മുൻപിൽ ഒരു സഡൻ ബ്രേക്ക് ഇട്ട് വന്നു നിന്നിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.